നമസ്കാരം. ഫേബിയൻ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന കാവ്യദേശീയത എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇപ്പോൾ നടക്കുന്നത്. കവിയും വിവർത്തകനും തൃശൂർ ഗവൺമെൻറ് കോളേജ് ചരിത്ര വിഭാഗം അധ്യക്ഷനുമായ ശ്രീ PS മനോജ് കുമാർ എഴുതിയ കാവ്യദേശീയതയാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് മുൻ MPയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ നേതാവും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശ്രീമതി സുജാത അവർകളാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് കവിയും അധ്യാപികയും പുരോഗമന കലാസാഹിത്യ സംഘ സംസ്ഥാന നേതാവുമായ ശ്രീമതി VS ബിന്ദു അവർകളാണ്. ശ്രീമതി CS സുജാത മേഡത്തെ പുസ്തക പ്രകാശനത്തിനായി സാദരം ക്ഷണിക്കുന്നു. പ്രിയമുള്ള മനോജ് സാറ്, ബിന്ദു ടീച്ചർ, ഹരി അടക്കമുള്ള പ്രസാധക സംഘത്തിലെ അംഗങ്ങളെ, ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, ഫേബിയൻ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന മനോജ് സാറിൻ്റെ കാവ്യദേശീയത എന്ന പുസ്തകം ഈ കാലഘട്ടത്തിൽ എല്ലാവരും വായിച്ചേക്കേണ്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ സംബന്ധിച്ചെല്ലാം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. വിശദമായി വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് ഓടിച്ച് ഞാൻ നോക്കുകയുണ്ടായി. 10 വർഷം മുമ്പ് നമ്മൾ കണ്ട ഡൽഹിയല്ല ഇന്നത്തെ ഡൽഹി. വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് ഇന്ത്യൻ ഭരണകൂടം രാജ്യത്തെ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലതെല്ലാം പൂർണ്ണമായും അവർ തമസ്കരിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം മുഗൾ ഭരണകാലത്തിൻ്റെ എല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ പത്രത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കാണുന്നുണ്ട്. എത്ര സൗഹൃദത്തോടെയാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങളും ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ മതിലിനോട് ചേർന്ന് തൊട്ടപ്പുറത്ത് പള്ളി, അത് നമ്മൾ ഇന്ത്യയിലെ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മധുര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള പള്ളി എത്രയോ കാലമായി നമ്മൾ പുറത്ത് പോകുമ്പോൾ അപ്പുറവും കാണുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നവരാണ്. കാശ്മീരിൽ ചെന്നാലും നമുക്കറിയാം, കാളിക്ഷേത്രത്തോട് ചേർന്നുള്ള പള്ളി നമുക്ക് കാണാൻ സാധിക്കും. വാരണാസിയിൽ ചെന്നാൽ തൊട്ടപ്പുറത്ത് ഗ്യാൻവാപ്പി പള്ളി, സാറിൻ്റെ പുസ്തകത്തിൽ അതെല്ലാം തന്നെ വിശദമായി സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ലാതെയാണ് ശരിക്കും വാരണാസിയിലെ ഇടവഴിയിലൂടെ പോകുമ്പോൾ അപ്പുറവും അപ്പുറവും ഒക്കെ കണ്ടിരുന്ന പഴയ കാഴ്ചകൾ, ഇഷ്ടപ്പെട്ട വിഭവങ്ങളുമെല്ലാം വാങ്ങാൻ കഴിയുമായിരുന്ന ആ നല്ല കാലം പതുക്കെ രാജ്യത്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേരുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ശരിക്കും ഡൽഹിയിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഡൽഹിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഓരോ മാർഗ് കാണും. ഇപ്പോൾ അത് അക്ബറിൻ്റെയോ ഹുമയൂണിൻ്റെയും അല്ലെ ഔറംഗസീബിൻ്റെ എല്ലാവരുടെയും പേരിലുള്ള ഒരുപാട് റോഡുകൾ കാണാം, അല്ലെങ്കിൽ ചില കേന്ദ്രങ്ങൾ കാണാം. അതൊന്നും ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നെങ്കിൽ അതെല്ലാം പതുക്കെ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പള്ളികളുടെ എല്ലാം അടിയിൽ പണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നോ എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് അത്. ഇന്ത്യ എന്ന സുന്ദരമായ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ വൈവിധ്യമാർന്ന നമ്മുടെ രാജ്യത്തെ തന്നെ തകർക്കും. സാറിൻ്റെ പുസ്തകത്തിൽ അതെല്ലാം വിശദമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു 10 വർഷക്കാലം നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നന്നായി, വളരെ സിമ്പിളായി, എന്നാൽ വളരെ ആഴത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ പുസ്തകം അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും അത് വായിക്കേണ്ട കാര്യം തന്നെയാണ്. ശരിക്കും ഇന്ത്യ ഇതുപോലെ നിലനിന്ന് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിൽ ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പറയും, ഒരു ഭരണഘടനയുടെ പിൻബലത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ ഭരണഘടന പോലും തകർക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ
നമുക്കത് തിരിച്ചറിയാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ശരിക്കും ശരിക്കും ദേശീയതയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് വളരെ സമർത്ഥമായിട്ടാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം വളരെ കൃത്യമായി ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം സ്വീകരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ഓരോ അധ്യായത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാവരും ഈ പുസ്തകം വായിക്കണം. ഞങ്ങൾക്കൊക്കെ തിരക്കുണ്ടെങ്കിലും ഹരിയോടെ ഈ പ്രസാധക സംഘത്തോടെയൊക്കെ ഇഷ്ടമുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് മനോജ് സാറിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യം പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. ഈ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും നീണ്ട പ്രഭാഷണങ്ങൾക്കൊന്നും ഒട്ടും സമയമില്ലാത്ത ഒരു വേദിയും പരിസരവുമൊക്കെയാണ് നമുക്കറിയാം. എന്തായാലും സന്ദർഭത്തിനനുസരിച്ച് തന്നെ ഇത്തരമൊരു പുസ്തകം രചിച്ച മനോജ് സാറിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഫാബിയൻ ബുക്സിനെല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇവിടെ പുസ്തകശാലയിൽ വരുന്നവർ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണിതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും വാങ്ങിച്ചുകൂടി സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആശംസകൾ അറിയിച്ച് പുസ്തകം ഏറെ പ്രിയങ്കരിയായ ബിന്ദു ടീച്ചറിന് സന്തോഷത്തോടെ കൈമാറിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അടുത്തതായി ശ്രീമതി VS ബിന്ദു മേഡത്തെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം കാവ്യദേശീയത പ്രസിദ്ധീകരിക്കാനും ഇത് എഴുതാനും മുന്നോട്ട് വന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാവിയിലേക്കുള്ള ചൂണ്ടുപലക അല്ലെങ്കിൽ വർത്തമാനത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലായി കാണേണ്ടതുണ്ട്. ഒന്ന്, സ്വാതന്ത്ര്യം എന്താണ് എന്ന് ഈ പുസ്തകം നന്നായി നമ്മോട് പറയാതെ പറയുന്നു. ജനാധിപത്യത്തിൽ ആഹ്ലാദപൂർണമായി ജീവിക്കാനുള്ള ഒരു അവകാശത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണോ എന്ന് നമ്മളെക്കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുകയാണ് ഈ പുസ്തകം. 2, അനുഭവങ്ങളുടെ ഒരു സമുദ്രത്തെ ഈ പുസ്തകം ആശ്ലേഷിക്കുന്നുണ്ട്. സാംസ്കാരിക ദേശീയത എന്താണ് എന്നിത് വായിക്കും. ഇതിലൊരു പടം കൊടുത്തിട്ടുണ്ട് ഖർവാപ്പസിയെക്കുറിച്ചുള്ള. അത് വാസ്തവത്തിൽ ഖർവാപ്പസി ഏത് വീടാണ് ഒരുക്കുന്നത്, ആ ചിത്രം ഞാനിപ്പോൾ കാണിക്കുന്നില്ല, പക്ഷെ അത് കാണാതെ പോകരുത്. പിന്നൊന്ന്, സാമൂഹ്യ നീതിയെക്കുറിച്ച് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു. ഈ വർഗീയതയുടെ ഒരു ആശ്ലേഷം എങ്ങനെയാണ് മധുര നൊമ്പരമായി നമ്മളെയൊക്കെ അനുഭവിപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണ് കെട്ടാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ലേഖന സമാഹാരങ്ങളാണ് അതിനകത്ത് പറയുന്നുണ്ട്. മറ്റൊന്ന്, നമുക്കറിയാം ഒരു മതരാഷ്ട്രത്തിൻ്റെ രൂപീകരണം എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രോസസ്സ് ഓഫ് പ്രൊജക്ഷൻ ഉണ്ട്. ഈ സ്വന്തം വംശീയതയുടെ ഒരു മേന്മ മനസ്സിലാക്കാൻ പതുക്കെ ഓരോന്നിനായിട്ട് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു രീതിയുണ്ട്. ആ രീതി ഈ പുസ്തകം പറയുന്നത് മറ്റൊരു ഭാഷയിലാണെങ്കിലും വളരെ തന്ത്രപരമായി എന്താണ് ഖർവാപ്പസി എന്നും എന്താണ് പ്രധാനപ്പെട്ട അജണ്ട എന്നും എന്തുകൊണ്ടാണ് നമ്മളൊക്കെ പേരില്ലാത്ത മനുഷ്യരാകാനും നമ്മൾ ഒരു പശുവിനെയോ അല്ലെങ്കിൽ അതുപോലുള്ളൊരു ജീവിയെയോ ഒക്കെ അതിൻ്റെ പേരുകളിൽ കൊല ചെയ്യപ്പെടുന്നതെന്നും വളരെ ലളിതമായും എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാവ്യരാഷ്ട്രീയത്തിൻ്റെ നിഗൂഢവൽക്കരണത്തെ അനാവരണം ചെയ്തുകൊണ്ട് ഈ പുസ്തകം നമ്മോട് സംസാരിക്കുന്നു. ഫെബിയൻ ഇക്കാലത്ത് ചെയ്യേണ്ട ഒരു ജോലിയാണ് അവർ ഏറ്റെടുത്ത് ചെയ്തത്. അതിനുള്ള അഭിനന്ദനങ്ങൾ. സാറിൻ്റെ പേനയിൽ ഇനിയും ഇതുപോലെ വളരെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും. അടുത്തതായി 2 വാക്ക് സംസാരിക്കാനായി VK സുബൈദ മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, അപ്രതീക്ഷിതമായി കിട്ടിയൊരു ഭാഗ്യമാണിത്. ഫാബിയൻ ബുക്സിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ ഭാഷയുടെ ഏറ്റവും നൈതികമായൊരു തലം അത് കവിതയാണെന്ന് പറയും. പക്ഷെ ആ കവിത തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് അത് ശരിക്കും അതിൻ്റെ ആ നൈതികത ബോധ്യപ്പെടുത്തുന്നത് നമ്മെ. മനോജിൻ്റെ കവിതകളാണ് ഞാൻ കൂടുതൽ വായിച്ചിട്ടുള്ളത്, സ്വന്തമായിട്ടുള്ള കവിതകളും വിവർത്തനങ്ങളും. ആ കവിതയിലൊക്കെ എതിർപ്പിൻ്റെ നമ്മൾ KGS ഒക്കെ പറയുന്ന പോലെ എതിർവാക്കിൽ ആളുന്ന തീ, എതിർവാക്കിലാണ് അതിൽ ആളിപ്പടരുന്ന തീയാണ് കവിത എന്ന് പറയും. ഇത് അത്ര നിർഭയനായിക്കൊണ്ട് മനോജ് ആവിഷ്കരിക്കുന്ന കവിതകളിലൊക്കെ തന്നെ ഇത് ഇന്ന് ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ആ പുസ്തകത്തിൽ പറയേണ്ട ആശയങ്ങൾ ആദ്യകാലം മുതലേ തന്നെ ഈ ചോദ്യം ചെയ്യലായിട്ട് മനോജിൻ്റെ കവിതകളിലും അദ്ദേഹം വിവർത്തനം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന കവിതകളിലൊക്കെ അത്
പ്രകടമായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നമുക്ക് രണ്ടുപേരും സംസാരിച്ചതിൽ നിന്ന് നമുക്ക് അത് അറിയാം. ഒരുപാട് അടിച്ചമർത്തലുകൾ, ശബ്ദങ്ങൾ, ഉയരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തപ്പെടുക, ആ ശബ്ദങ്ങളെ ഏറ്റവും കൂടുതൽ വീണ്ടെടുക്കുന്ന കവിതകളാണ് മനോജ് എഴുതിയിട്ടുള്ളത്. നമ്മൾ എപ്പോഴും വേദങ്ങളുടെ അല്ലെങ്കിൽ ഉറക്കെയുള്ള മന്ത്രോച്ചാരണങ്ങളുടെയൊക്കെ ആ ഒച്ചയിൽ അമർന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ഒതുക്കപ്പെട്ടു പോയിട്ടുള്ള ശബ്ദങ്ങൾ, അത് എത്രയോ തരം ജീവിതങ്ങളുടെ അടിയാളരുടെ കീഴാളരുടെയൊക്കെ ഈ ശബ്ദങ്ങളെ മനോജ് ഈ കവിതയിലൂടെ ഉറക്കെ കേൾപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പട്ടുനൂല് നെയ്യുന്നവരുടെ അവരവസാനം വിരലുകളിങ്ങനെ അവരുടെ വിരലുകൾ കൊത്തിയെരിഞ്ഞ് പുഴയിലൊഴുക്കുന്നുണ്ട്. അത് പിന്നെ ഒരുപാട് പെട്ടെന്നാണ് ഞാനിവിടെ ഈ വേദി എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ആ കവിതകളിങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. തവളകളുടെ രാഷ്ട്രം എന്നുള്ള പുസ്തകത്തിലെ കവിതകൾ മിക്കവാറും ഈയൊരു നമ്മുടെ കാവ്യ ദേശീയതയെ വേറൊരു തരത്തിൽ വളരെ നിർഭയമായിട്ട് ആവിഷ്കരിക്കുന്ന കവിതകളാണ്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ഫാബിയൻ ബുക്സ് ഇവിടെ ടീച്ചർ പറഞ്ഞത്, ഫാബിയൻ ബുക്സ് കാണിച്ച നിർഭയത്വം, ഇത് കാലം ആവശ്യപ്പെടുന്ന ഒരു നിർഭയത്വമാണിത്. അതിന് മുതിർന്ന ഫാബിയൻ ബുക്സിന് ആശംസകൾ. ഈ പുസ്തകം ധാരാളമായിട്ട് വായിക്കപ്പെടട്ടെ. ഇതിനോടൊപ്പം ഞാൻ ഗോപീകൃഷ്ണൻ്റെ പുസ്തകം ഓർമ്മ വരുന്നുണ്ട്, ഹിന്ദുത്വത്തിൻ്റെ ചരിത്രം എന്നുള്ള പുസ്തകം. ഇത് വേറെ തരത്തിലാണ്. കാരണം ദൈനംദിന സംഭവങ്ങൾ നമ്മളെന്നും ഒരുപാട് ഭയപ്പാടോടെ നമ്മൾ ഒരു ഞെട്ടൽ, ഓരോ പുലരിയും ഒരു ശൂന്യതയിലാണ്, സത്യം പറഞ്ഞാൽ ഒരു ശൂന്യതയിലാണ് നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്നത് തന്നെ. ഇന്ന് എന്തായിരിക്കും പത്രത്തിൽ, അല്ലെങ്കിൽ ഏത് പള്ളിയായിരിക്കും, ഏതായിരിക്കും തകർക്കപ്പെടുക, എന്തായിരിക്കും നടക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ഭയങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കൈ കോർത്ത് പിടിക്കൽ അത്യാവശ്യമാണ്. ആ കൈകോർത്ത് പിടിക്കലാണ് ഇപ്പോൾ ഫാബിയൻ ബുക്സ് ചെയ്യുന്നത്, മനോജ് ചെയ്യുന്നത്. എല്ലാവർക്കും ആശംസകൾ. പുസ്തക പ്രകാശന ചടങ്ങ് അവസാനിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.